നമസ്കാരം. പ്രധാന വാർത്തകൾ. താഴേക്കോട്, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളിൽ 44 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി മന്ത്രി മഞ്ഞളാംകുഴി അലി. ചെറുകിട കുടിവെള്ള പദ്ധതികളും പരിഗണനയിൽ. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി പുരോഗമിക്കുന്നു. പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ അപകട പരമ്പര. കാറൽമണ്ണയിൽ അപകടത്തിൽ പരിക്കേറ്റവരെയും കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് തൂതയിൽ നിയന്ത്രണം വിട്ട് മറഞ്ഞു. യുവതി മരിച്ചു. 9 പേർക്ക് പരിക്ക്. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ ഒഴിഞ്ഞ സ്വകാര്യ കെട്ടിടത്തിൽ നടക്കുന്നത് മദ്യപാനവും അനാശാസ്യവും. സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാടുന്നത് പോലീസിന്റെ കണ്ണെത്തും ദൂരത്ത്. കുന്തിപ്പുഴയ്ക്ക് കുറുകെയുള്ള കരിമ്പുഴപ്പാലം അപകട ഭീഷണിയിൽ. 40 വർഷം പഴക്കമുള്ള പാലത്തിന്റെ സ്ലാബും ടാറിങ്ങും തകർന്നു. പലയിടത്തും വിള്ളൽ. അധികൃതർ മുഖം തിരിക്കുന്നുവെന്ന ആക്ഷേപം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. താഴേക്കോട്, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളിൽ 44 കോടി രൂപയുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ ജനസമ്പർക്ക പരിപാടി പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ 4 ഗ്രാമപഞ്ചായത്തുകളിൽ പൂർത്തിയായി. താഴേക്കോട്, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. പദ്ധതിയുടെ സർവേ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഈ ബൃഹത് പദ്ധതിക്കൊപ്പം ചെറുകിട കുടിവെള്ള പദ്ധതികളും നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 44 കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ താഴെക്കോടും ആലിപ്പറമ്പിലും കൂടി ഒരു പദ്ധതി ഉണ്ടാക്കി അവിടെ വലിയ ആലിപ്പറമ്പ് നമ്മുടെ ഊതപ്പഴയിൽ വെള്ളടിച്ച് 2 പ്രദേശത്തും കൂടി എത്തിക്കാനുള്ള വലിയ പദ്ധതി നടപ്പിലാക്കാം. അത് പിരിവത് കൊണ്ട് 2 കൊല്ലം കൊണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ പണി വന്നു. അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. എന്റെ സർവേ കഴിഞ്ഞു. ആലിപ്പറമ്പ് പഞ്ചായത്തിന് 3 ലക്ഷം രൂപയുടെ താഴെക്കോട് പറ്റുന്നു. 2 പഞ്ചായത്ത് കൂടി 3 ലക്ഷം രൂപയുടെ മറ്റേ ഈ സർവേക്കിന്റെ നില വെച്ചിട്ട് സർവേ തുടങ്ങി കഴിഞ്ഞു. ആലിപ്പറമ്പ് ഉൾപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ ടാങ്ക് ഉണ്ടാക്കി അവർക്ക് ഇങ്ങനെ വെള്ളത്തിരിക്കുക വലിയ 44 കോടി രൂപയുടെ വലിയ പദ്ധതിയാണ്. കൊടികുത്തിമല ടൂറിസം പദ്ധതി വികസനം ത്വരിതപ്പെടുത്തുമെന്നും താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ 8 മീറ്റർ വീതിയുള്ള മുഴുവൻ റോഡുകളും പൂർണ്ണമായും ടാറിംഗ് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ ജനസമ്പർക്ക പരിപാടി മുൻ മന്ത്രി നാലകത്ത് സൂപ്പി ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK നാസർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം T ഹാജറുമ്മ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീലത്ത് വീരാൻകുട്ടി, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജനസമ്പർക്ക പരിപാടിക്കെത്തിയവരിൽ നിന്നും മന്ത്രി മഞ്ഞളാംകുഴി അലി നേരിട്ട് പരാതികൾ സ്വീകരിച്ചു. 200ഓളം പരാതികളും അപേക്ഷകളുമാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനസമ്പർക്ക പരിപാടിയിൽ നിന്നും മന്ത്രിക്ക് ലഭിച്ചത്. ലഭിച്ച പരാതികൾ മാസങ്ങൾക്കകം തീർപ്പാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 9:30 ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ ജനസമ്പർക്ക പരിപാടി നടത്തും. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലും പെരിന്തൽമണ്ണ നഗരസഭയിലും സെപ്റ്റംബർ 9 മന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ വീണ്ടും വാഹനാപകടത്തിൽ മരണം. വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവതി മരിച്ചു. തൂത ഹയർ സെക്കൻഡറി സ്കൂൾ സമീപത്താണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. വഴിക്കടവിൽ നിന്നും ലക്കിടിയിലെ ബന്ധുവീട്ടിൽ പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന ജീപ്പ് കാറൽമണ്ണയിൽ വെച്ച് സ്വകാര്യ ബസ്സിൽ ഇടിച്ചതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടവരെ ചെറുപ്പശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ അപകടത്തിൽ പരിക്കേറ്റ 10 പേരെ പെരിന്തൽമണ്ണയിലേക്ക് വിദഗ്ധ ചികിത്സക്കായി കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത്. തൂത ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ നമസ്കാര പള്ളിയുടെ മുന്നിൽ രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ആംബുലൻസ് മൺതിട്ടയിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിൽ എത്തിച്ചു. അപകടത്തിൽ തലക്ക് ഗുരുതരമായി പരിക്കേറ്റ വഴിക്കടവ് പൊട്ടേങ്ങൽ ഫൈസലിന്റെ ഭാര്യ സലീന സംഭവ സ്ഥലത്തു വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഫൈസലിന്റെ മകൻ ആദിൽ റഹീം, വഴിക്കടവ് കൊടക്കാടൻ ഇബ്രാഹിം, ഭാര്യ ഹസീന, ഇവരുടെ മക്കൾ അസീം ജവാദ്, അഫ്ല, വഴിക്കടവ് കുന്നുമേൽപ്പൊട്ടി എളുമ്പിലാശ്ശേരി വീട്ടിൽ ജലീൽ, ഭാര്യ നജ്ല, മകൻ അജ്നാസ് എന്നിവർ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ അജ്നാസിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മരണപ്പെട്ട സലീനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ചെറുപ്പശ്ശേരിയിൽ സർവീസ് നടത്തുന്ന മക്ക KMCCയുടെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആംബുലൻസ് തകർന്നിട്ടുണ്ട്. അമിത വേഗതയിലാണ് ആംബുലൻസ് ഓടിച്ചിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 5 ജീവനുകളാണ് വാഹനാപകടത്തിൽ പൊലിഞ്ഞത്.
കഴിഞ്ഞ ജൂൺ 26-ന് ബാലവാടിപ്പടിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ആനമങ്ങാട് സ്വദേശിയായ അധ്യാപകൻ മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച എടത്തറയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 2 പേരാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച തൂതയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു യുവതിയുടെ ജീവനും പൊലിഞ്ഞു. ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ സ്വകാര്യ കെട്ടിടത്തിൽ നടക്കുന്നത് മദ്യപാനവും അനാശാസ്യ പ്രവർത്തനങ്ങളും. 2 വർഷങ്ങൾക്ക് മുമ്പ് 2 കൊലപാതകങ്ങൾ നടന്ന ഈ സ്ഥലത്ത് ഇവയെല്ലാം നടക്കുന്നതും പോലീസിന്റെ കണ്ണത്തും ദൂരത്തുമാണ്. ഇത് പൂരം കഴിഞ്ഞ പൂരപ്പറമ്പല്ല, ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ സ്വകാര്യ കെട്ടിടമാണ്. മദ്യപാനികളുടെ സ്ഥിരം കേന്ദ്രമാണിതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. മദ്യക്കുപ്പികളും ഡിസ്പോസിബിൾ ഗ്ലാസുകളും മിനറൽ വാട്ടറിന്റെ കുപ്പികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ചെറുപ്പളശ്ശേരി ബീവറേജസ് കോർപ്പറേഷനിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ ഇതുപോലൊരു സ്ഥലമുള്ളത് മദ്യപാനികൾക്കേറെ സൗകര്യമാണ്. അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നതിന് വ്യക്തമായ തെളിവുകളും ഞങ്ങൾ കണ്ടു. 2 വർഷങ്ങൾക്ക് മുമ്പ് 2 കൊലപാതകങ്ങൾ നടന്നത് ഈ കെട്ടിടത്തിന്റെ ഉള്ളിലാണ്. തുറസായി കിടക്കുന്ന കെട്ടിടങ്ങളെല്ലാം ഷട്ടറുകൾ സ്ഥാപിച്ച് അടച്ചുറപ്പാക്കാൻ നടപടിയെടുക്കുമെന്ന് അന്നത്തെ ചെറുപ്പളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞിരുന്നു. ഇതും പാലിക്കപ്പെട്ടില്ല. ക്രമസമാധാന പാലനത്തിനായി നാഴികയ്ക്ക് 40 വട്ടം പെട്രോളിംഗ് നടത്തി. നിയമലംഘനമാണെങ്കിലും ഹെൽമറ്റ് വയ്ക്കാത്ത ഇരുചക്രയാത്രക്കാരെയും യൂണിഫോം ഇടാത്ത ടാക്സി ഡ്രൈവർമാർക്കുമെതിരെ പിഴ ചുമത്തുന്നവർ ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ ഈ കാഴ്ച കാണാതിരിക്കുന്നതിലാണ് ഏറെ അത്ഭുതകരം. കുന്തിപ്പുഴയ്ക്ക് കുറുകെയുള്ള കരിമ്പുഴ പാലം അപകട ഭീഷണിയിൽ. പാലത്തിന്റെ സ്ലാബുകളും ടാറിങ്ങും തകർന്ന പാലത്തിന് വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ അധികൃതർ മുഖം തിരിക്കുകയാണെന്ന പരാതിയും നിലനിൽക്കുന്നു. ഏകദേശം 40 വർഷത്തിലധികം പഴക്കമുണ്ട് കുന്തിപ്പുഴയ്ക്ക് കുറുകെയുള്ള കരിമ്പുഴ പാലത്തിന്. കരിമ്പുഴ പാലം ഒറ്റപ്പാലം മണ്ണാർക്കാട് സംസ്ഥാന പാതയുടെ ഭാഗമായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി പാലത്തിന്റെ മുകളിലൂടെ കടന്നുപോകുന്നത്. എന്നാൽ പഴക്കം ചെന്ന ഈ പാലത്തിന്റെ സ്ലാബുകൾക്ക് വിടവ് സംഭവിക്കുകയും പാലത്തിന്റെ മുകളിലുള്ള ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുമുണ്ട്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്ന സമയത്തോ ദേശീയപാതയിൽ ഗതാഗതം താൽക്കാലികമായി നിരോധിക്കുകയോ ചെയ്താൽ വാഹനങ്ങളെല്ലാം കരിമ്പുഴ പാലം വഴിയാണ് തിരിച്ചുവിടുന്നത്. അമിതഭാരം കയറ്റിയ വാഹനങ്ങളും ഇതിലൂടെയാണ് തിരിച്ചുവിടുന്നത്. എന്നാൽ അമിതഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള ബലവും ദൃഢതയും ഈ പാലത്തിനില്ല. മാത്രമല്ല കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് കരിമ്പുഴ പാലത്തിന് മുകളിൽ സോഡ കയറ്റി വന്നിരുന്ന മിനി ലോറി മറിഞ്ഞ് പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ടുമുണ്ട്. കൂടാതെ പാലത്തിന്റെ തൂണുകൾക്ക് സമീപത്തു നിന്നുമായി അനധികൃത മണൽവാരൽ നടത്തുന്നതിനാൽ പാലത്തിന്റെ തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഇതു കാരണത്താൽ പാലത്തിന്റെ അടിവശത്തായി വൻ മരങ്ങളും താഴ്ച വളരുന്നുണ്ട്. ഇതും പാലത്തിന്റെ ബലക്ഷയത്തിന് പ്രധാന കാരണമാകുന്നു. പാലത്തിന്റെ അടിവശത്തായി പുഴയിൽ തഴച്ചു വളർന്ന മരത്തിന്റെ ചില പാലത്തിന്റെ സ്ലാബുകളിൽ തട്ടി പാലത്തിന്റെ അടിവശത്തുള്ള സ്ലാബുകൾക്കും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താതെ ഈ നില തുടരുകയാണെങ്കിൽ പാലത്തിന് അധികം നാൾ ആയുസ്സുണ്ടാകില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എന്തുതന്നെയായാലും മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLAയും മറ്റ് ജനപ്രതിനിധികളും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ മുൻകൈയെടുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തിപ്പെട്ടിട്ടുണ്ട്. പുതിയ പാലങ്ങൾക്കും മറ്റും അനുമതി നൽകുന്ന സർക്കാർ എന്തുകൊണ്ട് പഴയ പാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകുന്നില്ലെന്ന നാട്ടുകാരുടെ പരാതിയും ഇതോടൊപ്പം നിലനിൽക്കുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഗതാഗത പ്രശ്നം കൊണ്ട് വീർപ്പുമുട്ടുന്ന മണ്ണാർക്കാട് നഗരത്തിൽ കന്നുകാലി ശല്യവും രൂക്ഷം. കൂട്ടത്തോടെ നഗര മധ്യത്തിലിറങ്ങുന്ന കന്നുകാലികൾ ഗതാഗത പ്രശ്നം സൃഷ്ടിക്കുന്നതിന് പുറമെ കടയുടമകൾക്കും തലവേദനയായി മാറിയിട്ടുണ്ട്. രാവും പകലും വ്യത്യാസമില്ലാതെ മണ്ണാർക്കാട് നഗരത്തിൽ കൂട്ടത്തോടെ കന്നുകാലികൾ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. റോഡിന്റെ വീതിക്കുറവാണ് ഗതാഗത പ്രശ്നത്തിന് പ്രധാന കാരണം. ഇതിനിടയിലൂടെ കന്നുകാലികൾ ഇറങ്ങുന്നതാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിനിടെ കന്നുകാലികളെ വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടങ്ങളും പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടെ 2 കന്നുകാലി ഇത്തരത്തിൽ ചത്തിരുന്നു. അപകടമുണ്ടായാൽ പിന്നെ കന്നുകാലികളെ മറവു ചെയ്യുന്നതിന് ഉടമസ്ഥർ മുന്നോട്ട് വരില്ല. പിന്നീട് പ്രതിഷേധങ്ങൾക്കൊടുവിൽ പഞ്ചായത്ത് ചത്ത കന്നുകാലികളെ മറവു ചെയ്യേണ്ട അവസ്ഥയുമാണ്. നഗരത്തിനടുത്തുള്ളവരുടെ കന്നുകാലികളാണ് നഗരത്തിൽ അലഞ്ഞു തിരിയുന്നത്. രാവിലെ തൊഴുത്തു നിന്നും ഇറക്കിവിട്ടാൽ പിന്നെ നഗരത്തിലാണ് കന്നുകാലികൾ. ഇവയെ നിയന്ത്രിക്കുന്നതിന് നിയമമുണ്ടെങ്കിലും അത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ കർശനമായി പാലിക്കാത്തതാണ് കന്നുകാലികളുടെ ശല്യം നഗരത്തിൽ രൂക്ഷമാവാൻ കാരണം. കന്നുകാലികളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട കടയുടമകളും വാഹന ഉടമകളും പഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലി ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ റഫീഖ് പറഞ്ഞു. 15 ദിവസത്തിനുള്ളിൽ നടപടി ശക്തമാക്കാനാണ് കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ എടുത്ത തീരുമാനം. റോഡിൽ കന്നുകാലിയെ കണ്ടാൽ പിടിച്ചുകെട്ടി അന്ന് തന്നെ ലേലം ചെയ്യുന്ന നടപടിയും ഉണ്ടാവുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. മണ്ണാർക്കാട് പഞ്ചായത്തിലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ലേലം ചെയ്യുന്നതിന് വേണ്ടി മണ്ണാർക്കാട് ഭരണസമിതി അടിയന്തരമായി യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കന്നുകാലികളുടെ രൂക്ഷമായ മണ്ണാർക്കാട് ടൗണിലൂടെ യാത്ര ജനങ്ങളെയും വാഹനങ്ങളെയും വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് 15 ദിവസത്തിനുള്ളിൽ ഇത് പിടിച്ചു കെട്ടാത്ത പക്ഷം പിന്നീട് വരുന്ന ദിവസങ്ങൾ സ്ഥലത്ത് തന്നെ പിടിച്ചു കെട്ടി അന്ന് തന്നെ ലേലം വെക്കുന്നതിനുള്ള നടപടി മണ്ണാർക്കാട് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുണ്ട്. അതും മുൻകൂട്ടി തന്നെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പശുക്കളെ പിടിച്ചു കെട്ടുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം എവിടെയാണോ പിടിക്കുന്ന ആ സ്ഥലത്ത് വെച്ചുതന്നെ ലേലം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. ഉദ്ഘാടനം കഴിഞ്ഞ് 7 മാസമായിട്ടും പെരിന്തൽമണ്ണ നഗരസഭയുടെ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനം തുടങ്ങിയില്ല. വാടക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പുനരധിവസിപ്പിക്കേണ്ട ഒരു കൂട്ടം വ്യാപാരികൾ നിയമ നടപടി സ്വീകരിച്ചതും മുഴുവൻ മുറികളും ലേലത്തിൽ പോവാത്തതുമാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനം തുടരാനാവാത്തത്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നഗരസഭ കോടികൾ മുടക്കി നിർമ്മിച്ച ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സ് നോക്കുകുത്തിയായിരിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 7 മാസമായിട്ടും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 18-ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുവരെയും ഒരു സ്ഥാപനം പോലും ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുറക്കാനായിട്ടില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളുടെ വാടക നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു കൂട്ടം വ്യാപാരികൾ ഉയർത്തിയ എതിർപ്പുകളാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് ഒരു തടസ്സം. ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പുനരധിവസിപ്പിച്ച ഈ വ്യാപാരികൾ നിയമ നടപടി സ്വീകരിച്ചതാണ് കാരണം. ചില വ്യാപാരികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വാടക നിശ്ചയിച്ച് നഗരസഭയുടെ പൊതു സ്വത്ത് നഷ്ടപ്പെടുത്താൻ നഗരസഭ കൂട്ടുനിൽക്കുന്നുവെന്ന് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ടെനന്റ്സ് അസോസിയേഷൻപ്പെട്ട വ്യാപാരികളാണ് നിയമ നടപടി സ്വീകരിച്ചത്. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്നും പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പുനരധിവസിപ്പിക്കപ്പെട്ട 60 വ്യാപാരികളിൽ 15 പേരാണ് ടെനന്റ്സ് അസോസിയേഷനിലുള്ളത്. വാടക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും നഗരസഭയും നിരവധി തവണ ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് നഗരത്തിന്റെ പ്രധാന ഭാഗത്ത് ഒരു കെട്ടിടത്തിന് കിട്ടേണ്ടതിലും വളരെ കുറഞ്ഞ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾക്ക് നഗരസഭ വാടകയായി നിശ്ചയിക്കുകയായിരുന്നു. മുറികൾ മുഴുവനായും ലേലത്തിൽ പോവാത്തതും പ്രവർത്തനം തുടങ്ങുന്നതിന് തടസ്സമാകുന്നുണ്ട്. എന്നാൽ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറിയുടമകളിൽ നിന്നും വാടക ലഭിക്കുന്നുണ്ടെന്നാണ് നഗരസഭയുടെ വാദം. എന്തായാലും നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നോക്കുകുത്തിയായതുപോലെയാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ വ്യാപാര സമുച്ചയം. ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാവുന്നു. കുഴികളിൽപ്പെട്ട സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറിയിറങ്ങുന്നത് ആടി ഉലഞ്ഞ്. എല്ലാം കണ്ടിട്ടും കണ്ടഭാവം നടിക്കാതെ അധികൃതർ മൗനം തുടരുന്നു. 150ഓളം ബസ്സുകൾ പ്രതിദിനം 500ഓളം തവണയാണ് ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിറങ്ങുന്നത്. സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്ത് 12 കുഴികളിൽപ്പെട്ട് ബസ്സുകൾ ആടിയുലഞ്ഞാണ് എത്തുന്നത്. പാലക്കാട്, പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം ഭാഗങ്ങളിലേക്ക് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ചെറുപ്പളശ്ശേരിയിൽ നിന്നും ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഈ കുഴികളിലെല്ലാം കയറിയിറങ്ങുമ്പോഴേക്കും സമയനഷ്ടം അധികമാകും. ഒരു മാസമായി മഴ തുടങ്ങണപ്പോൾ കുഴിയുണ്ടായി. പിന്നെ വണ്ടിക്ക് അണ്ടർ പാസ് കേടുവരും. ചാടുമ്പോ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇങ്ങനെ പോകും, യുക്രാമ്പ് പോകും, മെയിലി പോവും. ഇതൊക്കെ തന്നെ സമയനഷ്ടം വരും. ആകെ ബ്ലോക്കാവും. ആൾക്കാർ ഇറങ്ങി വിടാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരും. ഈ കുഴി വരണേ അതുവരെ ബ്ലോക്കാണ്. അവിടെ സ്റ്റാൻഡിൽ കയറാൻ പറ്റില്ല. പിന്നെ കൃത്യസമയം പാലിക്കാൻ കുതിച്ചോട്ടവും ബലിയാടാകുന്നത് പാവം യാത്രക്കാരും. ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴേക്കും ബസ്സിലെ യാത്രക്കാരെല്ലാം സീറ്റിൽ നിന്ന് എഴുന്നേൽക്കും. കുഴികളിൽ പെടുമ്പോൾ പല യാത്രക്കാരും ബസ്സിനുള്ളിൽ തന്നെ വീഴുന്നത് സ്ഥിരം കാഴ്ചയാണ്. പുറത്തേക്ക് വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എല്ലാം കഴിഞ്ഞ് സ്റ്റാൻഡിൽ കയറി ബസ് നിർത്തിയാൽ ഇറങ്ങുന്നത് ചെളിക്കുളത്തിലേക്കും. യാത്രക്കാർ ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതും ഈ ചെളിക്കുളത്തിലൂടെയാണ്. ബസ് സ്റ്റാൻഡിനുള്ളിൽ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മഴക്കാലമായതോടെ ഈ കുഴികളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൂടെ ബസ് പോകുമ്പോൾ വെള്ളം മുഴുവൻ യാത്രക്കാരുടെ വസ്ത്രങ്ങളിലുമെത്തും. ലക്ഷക്കണക്കിന് രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വർഷം തോറും മാറ്റിവെക്കുന്നത്. നവീകരണത്തിൽ വ്യക്തമായ ആസൂത്രണമില്ലായ്മയാണ് ബസ് സ്റ്റാൻഡിനുള്ളിലെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിയാൻ പ്രധാന കാരണം. നിലവിലുള്ള ബസ് സ്റ്റാൻഡ് വേണ്ട പോലെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ചെറുപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പുതിയ ബസ് സ്റ്റാൻഡിനായി സ്ഥലം അന്വേഷിക്കുന്നത്. മൂക്കുപൊത്താതെ യാത്ര ചെയ്യാനും കഴിയില്ല ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലൂടെ. മൂത്രവിസർജനത്തിന് ബാത്റൂം ഉണ്ടെങ്കിലും യാത്രക്കാർ ബസ് സ്റ്റാൻഡിനരികിൽ മൂത്രവിസർജനം നടത്തുന്നു. ഇത് ഒഴുകിയെത്തുന്നത് ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ പൊതുവഴിയിലേക്കുമാണ്. എല്ലാം കണ്ടു നടന്ന് അവസാനമാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത്. ബസ് സ്റ്റാൻഡിനടുത്ത ചെറുപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് ഒരാല് മുളച്ചിരിക്കുന്നു. ആല് മുളച്ചതിനെ പറ്റിയുള്ള പഴഞ്ചൊല്ല് ഓർമ്മിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അവസാനിക്കുന്നു. തൽക്കാലത്തേക്ക് ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ദേശീയപാതയിലെ കുന്തിപ്പുഴ പാലത്തിൽ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി നിർമ്മിച്ച സിഗ്നൽ ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് ഒരു മാസമാവുന്നു. പെരുന്നാളിന്റെയും ഓണത്തിന്റെയും എല്ലാം തിരക്ക് വർദ്ധിച്ചപ്പോഴും അധികൃതർ ആരും സിഗ്നൽ ലൈറ്റ് അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറായില്ല. പെരുന്നാളിന് ഒരാഴ്ച മുമ്പ് എൻ ഷംസുദ്ദീൻ MLA വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ 2 ദിവസത്തിനകം സിഗ്നൽ ലൈറ്റിന്റെ അറ്റകുറ്റപ്പണി നടത്തുമെന്ന് MLA ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പെരുന്നാളും ഓണവുമെല്ലാം കഴിഞ്ഞിട്ടും സിഗ്നൽ ലൈറ്റ് അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടിയായിട്ടില്ല.
ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളിലും പാലത്തിൽ ഗതാഗത പ്രശ്നം രൂക്ഷമാണ്. 2 പോലീസുകാരെ മാറി മാറി നിർത്തിയാണ് പാലത്തിൽ ഗതാഗതം നിയന്ത്രിക്കുന്നത്. മുമ്പ് സിഗ്നൽ ലൈറ്റ് തകരാറിലായിരുന്ന 1 വർഷത്തോളം നാഥനില്ലാതെ കിടക്കുകയായിരുന്നു. തുടർന്ന് മണ്ണാർക്കാട് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിച്ചത്. മണ്ണാർക്കാട്ടെ നിസാര വികസന പ്രശ്നങ്ങളിൽ നിന്ന് പോലും ജനപ്രതിനിധികൾ ഒഴിഞ്ഞുമാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പൂക്കള മത്സരവും ഓണസദ്യയും വടംവലിയുമെല്ലാം സ്ഥിരം ഓണക്കാഴ്ചകളായപ്പോൾ ഒറ്റപ്പാലം പല്ലാർമംഗലത്ത് മാവേലി തന്നെ വീടുകളിലെത്തി ക്ഷേമം അന്വേഷിച്ചു. പല്ലാർമംഗലം ദക്ഷിണാമൂർത്തി നഗർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് വേറിട്ടൊരു ഓണാഘോഷം സംഘടിപ്പിച്ചത്. പ്രദേശത്തെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി ക്ഷേമം അന്വേഷിച്ച മാവേലി തിരിച്ചിറങ്ങുമ്പോൾ പായസവും നൽകി. മാവേലി വേഷം കെട്ടിയിറങ്ങി വീടുകൾ തോറും കയറിയിറങ്ങിയപ്പോൾ കുട്ടികളും മാവേലിക്കൊപ്പം ചേർന്നു. രാവിലെ മുതൽ ആരംഭിച്ച വീട് സന്ദർശനം ഉച്ചവരെ നീണ്ടു. പലരും വീട്ടിലേക്ക് കയറി വന്ന അസുര രാജാവിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. പലർക്കും ആഹ്ലാദത്തോടൊപ്പം ആവേശവുമായിരുന്നു ഈ കാഴ്ച. കാരണം പറഞ്ഞുകേട്ട ഓർമ്മയിലുള്ള മാവേലികൾ ഇപ്പോൾ ടെക്സ്റ്റൈൽസുകൾക്കോ ഇലക്ട്രോണിക്സ് കടകൾക്കോ മുമ്പിൽ മാത്രമാണുള്ളത്. അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കയറി വന്നപ്പോഴാണ് പലർക്കും ആഹ്ലാദം ആവേശത്തിലേക്ക് വഴിമാറിയത്. എന്നാൽ എല്ലാ വീടുകളിലും എത്താത്തതിന്റെ പരിഭവവും ചിലർക്കുണ്ട്. ഇത് അടുത്ത ഓണത്തിന് തീർക്കാമെന്ന് ഉറപ്പു നൽകിയാണ് തിരുവോണ നാളിൽ പ്രതീകാത്മക മാവേലി പാതാളത്തിലേക്കല്ലെങ്കിലും വിടവാങ്ങിയത്. വടക്കൻ വെള്ളിനഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാര സമർപ്പണം നടന്നു. ക്ഷേത്രം ട്രസ്റ്റി OM ദാമോദരൻ നമ്പൂതിരി സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തന്ത്രി അണ്ടലാടിമന നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സമർപ്പണ ചടങ്ങുകൾ നടന്നത്. വിശേഷാൽ ചടങ്ങുകളോടനുബന്ധിച്ച് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. പന്നിയംകുറിശി സ്പീഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈസ്റ്റ് ALP സ്കൂൾ മൈതാനത്ത് റംസാൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OK ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു. രാമദാസ് അധ്യക്ഷത വഹിച്ചു. നിരവധി മത്സരങ്ങളും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. താഴേക്കോട് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളിൽ 44 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി മന്ത്രി മഞ്ഞളാംകുഴി അലി. ചെറുകിട കുടിവെള്ള പദ്ധതികളും പരിഗണനയിൽ. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി പുരോഗമിക്കുന്നു. പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ അപകട പരമ്പര. കാറൽമണ്ണയിൽ അപകടത്തിൽ പരിക്കേറ്റവരെയും കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് തൂതയിൽ നിയന്ത്രണം വിട്ട് മറഞ്ഞു. യുവതി മരിച്ചു. 9 പേർക്ക് പരിക്ക്. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ ഒഴിഞ്ഞ സ്വകാര്യ കെട്ടിടത്തിൽ നടക്കുന്നത് മദ്യപാനവും അനാശാസ്യവും. സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാടുന്നത് പോലീസിന്റെ കണ്ണെത്തും ദൂരത്ത്. കുന്തിപ്പുഴയ്ക്ക് കുറുകെയുള്ള കരിമ്പുഴപ്പാലം അപകട ഭീഷണിയിൽ. 40 വർഷം പഴക്കമുള്ള പാലത്തിന്റെ സ്ലാബും ടാറിങ്ങും തകർന്നു. പലയിടത്തും വിള്ളൽ. അധികൃതർ മുഖം തിരിക്കുന്നുവെന്ന ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.